വിദ്യാർത്ഥി സംഗമത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു കൊച്ചു ആശയത്തിന് ജീവൻ നൽകി നവീകരിച്ച സയൻസ് ലാബ് കുറഞ്ഞ സമയത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തിയ 96 SSLC ബാച്ച് പ്രതിനിധി ശ്രീ അനൂപ് ഗംഗാധരൻ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത റിപ്പോർട്ട് ഇപ്പോൾ ഈ വേദിയിൽ അവതരിപ്പിക്കുകയാണ്. ശ്രീ അനൂപ് മികച്ച സംഘാടനത്തിലൂടെ ഈ സുദിനം സെന്റ് ജോസഫ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. ശ്രീ അനൂപിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് അവതരണത്തിനായി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, എൻ്റെ പ്രിയപ്പെട്ട ജൂനിയേഴ്സ്, ക്ഷമാപണത്തോടെ തുടങ്ങാം. കാരണം റിപ്പോർട്ട് കയ്യിലില്ല. ഇന്ന് രാവിലെ 7 മണിക്കാണ് പോയത്. റിപ്പോർട്ട് ഞാൻ പറയാം. ഈ വേദിയിൽ എനിക്ക് വന്ന് ആദ്യമായിട്ടാണ് ഞാൻ നിന്ന് സംസാരിക്കുന്നത്. കാരണം 17 വർഷം മുമ്പ് ഇവിടെ ഇതുപോലെ നിങ്ങളുടെ ഒരു ക്യൂവിൽ ഏറ്റവും പുറകിൽ, ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഏറ്റവും പുറകിൽ നിന്ന് സമാധാനമായിട്ട് നിന്നിരുന്ന ആളായിരുന്നു ഞാനപ്പം ഈ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. പിന്നെ ജോസ് സാർ പറഞ്ഞതുപോലെ ഞങ്ങൾക്കിടയിൽ സെന്റ് ജോസഫിലെ കുട്ടികൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടും എല്ലാവരുമായിട്ടും നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഞങ്ങൾ കൂടാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കഴിഞ്ഞ വർഷം വളരെ ഗ്രാൻഡായ രീതിയിൽ സ്കൂളിൽ വെച്ച് തന്നെ കൂടണം എന്നുള്ളൊരു തീരുമാനമെടുക്കുകയും 2013 ഒക്ടോബർ 12 ഈ സ്കൂളിൽ വെച്ച് തന്നെ ഞങ്ങളുടെ കാലത്തെ ഒരു സ്കൂൾ ഡേ പോലെ ആയിട്ട് ഞങ്ങളത് ആഘോഷിക്കുകയും ചെയ്തത്. രാവിലെ ഒരു സ്കൂൾ അസംബ്ലിയിൽ തുടങ്ങി വൈകിട്ട് ഒരു ഫുട്ബോൾ മാച്ചിലൂടെ അവസാനിപ്പിച്ചിട്ടുള്ള ഒരു ഇതായിട്ട് നടത്തിയത്. അന്ന് 100ഓളം കുട്ടികൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് ഞങ്ങൾ തീരുമാനിച്ചതായിരുന്നു ഈ സ്കൂളിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചതായിരുന്നു. അതിനുശേഷമാണ് ഈ സയൻസ് ലാബ് എന്നുള്ള കാര്യത്തിലേക്ക് എത്തിയത്. സയൻസ് ലാബ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു ബഡ്ജറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 1.5 lakhs ആയിരുന്നു ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്. അത് വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ സുർജിത്തിനോട് ചോദിച്ചു. അപ്പോൾ സുർജിത്ത് പറഞ്ഞു അത് വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ചെയ്ത് തുടങ്ങിയപ്പോൾ ആണ് അതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലായത്. കാരണം ഒരുപാട് പണികൾ ചെയ്യേണ്ടി വന്നു. പക്ഷേ എനിക്കുള്ള ധൈര്യം എന്ന് പറയുന്നത് നേരത്തെ ജോസ് സാർ പറഞ്ഞ പോലെ എൻ്റെ സഹപാഠികൾ, എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു റെഡിയാണ്. ഞാൻ പിന്നെ നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകണം, നമ്മളെ ബാച്ചിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ എത്ര കോളുകളാണ് എനിക്ക് കിട്ടുന്നതെന്ന് എനിക്ക് തന്നെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാറില്ല. അത്ര പോസിറ്റീവായിട്ടാണ് ഞങ്ങളുടെ ബാച്ച്മേറ്റ്സ് ഈ ഒരു ഇനീഷ്യേറ്റീവിനോട് റെസ്പോണ്ട് ചെയ്തത്. ഇന്നലെ പോലും ഈ ഒരു ഇതിന് 2-2.5 ലക്ഷം രൂപയോളം ഷോർട്ട് ഉണ്ട്, നമ്മൾ പണി കഴിയാണ് എന്ന് പറഞ്ഞപ്പോഴും ഗൾഫിൽ നിന്നും US നിന്നൊക്കെ എൻ്റെ പല സുഹൃത്തുക്കളും 96 ബാച്ചിലുണ്ടായിരുന്ന പല സുഹൃത്തുക്കളും വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നും നോക്കണ്ട, പണി കംപ്ലീറ്റ് ചെയ്യൂ, ഏറ്റവും ഗ്രാൻഡായ രീതിയിൽ പണി കംപ്ലീറ്റ് ചെയ്യൂ, കാശ് ഞങ്ങൾ എത്തിക്കാമെന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മെയിൽ വഴിയും ഫോൺ വഴിയും അറിയിച്ച ഏറ്റവും പ്രിയപ്പെട്ട 1996 ബോയ്സിനോടുള്ള നന്ദി പറയാൻ കൂടെ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മൾ 1.5 ലക്ഷത്തിന് തുടങ്ങി ഒരു 2 ലക്ഷം ആവും എന്നുള്ള ഒരു സ്ഥിതി എത്തിയപ്പോൾ ഞാൻ വീണ്ടും മെയിൽ അയച്ചു. ഉടനെ തന്നെ കുറെ ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്തു. 2 ലക്ഷമായി. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് ഈ സിറ്റുവേഷൻ ഇതെല്ലാം പിന്നെ സ്കൈ റോക്കറ്റ് ചെയ്ത് ഇതെല്ലാം കൂടെ 5 ലക്ഷത്തിനടുത്ത് എത്തും എന്ന് ഞാൻ അറിയിച്ചപ്പോഴും എനിക്ക് യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. കാരണം ഇത് എങ്ങനെയെങ്കിലും മീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു ഇനീഷ്യേറ്റീവ് അതിൻ്റെ ഒരു പൂർണ്ണ വിജയത്തിലെത്തിയെന്ന് വിശ്വസിക്കാവുന്ന ഒരു സ്റ്റേജാണിത്. ഞാൻ എൻ്റെ എല്ലാ ബാച്ച്മേറ്റ്സിനോടും 96 ബാച്ചിലെ എല്ലാ ബാച്ച്മേറ്റ്സിനോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കൂടാതെ സുർജിത്ത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ ഡേറ്റിനുള്ളിൽ തന്നെ തീർക്കും എന്നുള്ള ധൈര്യം തന്ന സുർജിത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇത്തരം ഒരു ചടങ്ങൊരുക്കിയ ഈ ഒരു എളിയ കാര്യം ചെയ്തതിന് ഞങ്ങളുടെ ബാച്ചിന് ഇത്ര നല്ലൊരു ഫംഗ്ഷൻ ഒരുക്കി തന്ന സ്കൂൾ മാനേജ്മെന്റിനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്തവ്യനിരതനായ പ്രതിനിധി ശ്രീ അനൂപ് ഗംഗാധരനും ഹൃദയം നിറഞ്ഞ നന്ദി. മാനേജർ, ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പാൾ, സ്റ്റാഫ്, വിദ്യാർത്ഥികൾ